മഹാരാഷ്ട്രയിലെ ഒരു വനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ വനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുട്ട് വീണാൽ പ്രകാശിതമാകുമെന്നത് തന്നെ. ഭീമാശങ്കർ വന്യജീവി സങ്കേതം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇരുട്ട് വീഴുമ്പോൾ സ്വയം പ്രകാശിതമാകുന്ന കാട് സന്ദർശകരെ ആകർഷിച്ചു തുടങ്ങി. അവതാർ സിനിമയിലെ പ്രദേശങ്ങളിലൂടെ കടന്നുപോയ അനുഭവം ജീവിതത്തിൽ നേരിട്ട് ലഭിക്കണമെങ്കിൽ ഭീമാശങ്കറിലെ കാട്ടുവഴിയിലൂടെ നടക്കണം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തോട് ചേർന്ന് സഹ്യപർവ്വതത്തിന്റെ ഭാഗമായ ഇവിടെ മൺസൂൺ കാലത്തുടനീളം സുലഭമായ മഴ ലഭിക്കുന്നു. പകൽ ഇന്ത്യയിലെ മറ്റേതൊരു വനത്തെയും പോലെ സാധാരണമായ വനം. എന്നാൽ രാത്രിയിൽ ഈ വനം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇളം പച്ച നിറത്തിൽ കാട് നിറയെ വെളിച്ചം നിറയും. മൈസീന എന്ന ബാക്ടീരിയയുടെ പ്രവർത്തനമാണ് ഈ പ്രതിഭാസത്തിന് കാരണം. നശിച്ചു തുടങ്ങിയ മരങ്ങളിലും ഇലകളിലും ചില്ലകളിലും കുമിളിന് സമാനമായാണ് ഈ ബാക്ടീരിയ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഈ ബാക്ടീരിയകളാണ് ഇരുട്ടിൽ ഭീമാശങ്കർ വന്യജീവി സങ്കേതത്തെ ജ്വലിപ്പിച്ച് നിർത്തുന്നത്. പ്രത്യേകിച്ചും മൺസൂൺ കാലത്ത് സമീപത്തെ ഗ്രാമത്തിൽ ഈ പ്രഭാവം സന്ദർശകരെ ഏറെ ആകർഷിക്കുന്നുണ്ട്. മൈസീനയിലെ ഈ തിളക്കത്തിന്റെ കാരണം തേടി നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും എന്താണ് ഈ തിളക്കത്തിന്റെ രഹസ്യം എന്നതിന് ഗവേഷകർക്ക് ഉത്തരമില്ല. എന്നാൽ ഈ അപൂർവ പ്രതിഭാസം വർഷത്തിൽ എല്ലാ ദിവസവും കാണാൻ കഴിയില്ല. മറിച്ച് മൺസൂൺ കാലത്ത്, പ്രത്യേകിച്ചും ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് പിന്നാലെയാണ് ഇത് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുന്നത്. മൺസൂണിന് മുമ്പെയുള്ള മെയ്, ജൂൺ മാസങ്ങളിലും ഈ പ്രതിഭാസം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പുനെ വിമാനത്താവളത്തിൽ നിന്ന് 102 കിലോമീറ്ററാണ് ഭീമാശങ്കർ വന്യജീവി സങ്കേതത്തിലേക്കുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.